ഗുഡ് ഈവനിങ്. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ കോസ്റ്റ് ഷീറ്റ് ആണല്ലേ പറഞ്ഞത്. ഒന്നതിന്റെ പ്രോബ്ലം ആണ് എടുക്കുന്നത്. ഒരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഫോമാറ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു പ്രൈം കോസ്റ്റും ഓവർ ഹെഡും ഒക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രൈം കോസ്റ്റ് പറഞ്ഞത്? എല്ലാ ഡയറക്റ്റ് മെറ്റീരിയൽസിനും ലേബേഴ്സും എക്സ്പെൻസും ആഡ് ചെയ്യണതാണ് എന്തെന്ന് പറഞ്ഞാല് പ്രൈം കോസ്റ്റ്. അതായത് എല്ലാ ഡയറക്റ്റ് മെറ്റീരിയലിനും ലേബറിന്റെയും എക്സ്പെൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത് പ്രൈം കോസ്റ്റ് പറഞ്ഞത്. ഓവർ ഹെഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? എല്ലാ ഇൻഡയറക്റ്റ്, ഇതിന് നേരെ ഡിഫറെന്റ്. എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ലേബറും എക്സ്പെൻസും ആണ് എന്തെന്ന് പറയുന്നത് ഓവർ ഹെഡ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് ഇതൊരു സിമ്പിൾ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ടല്ല ഇത് ഞാൻ പറയാം. കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ആദ്യം ഒരു സ്റ്റേജ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ മൂന്ന് കാര്യങ്ങൾ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടിയത്? പ്രൈം കോസ്റ്റ്. അപ്പം മൂന്ന് കോളാണുള്ളത്. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ എൻറ്റർ ചെയ്യാനുള്ളത്. സെക്കൻഡ് കോളം ടോട്ടൽ ഓഫ് എമൗണ്ടിനുള്ളത്. തേർഡ് കോളം എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് തരും, ഇത്ര യൂണിറ്റ്, ഇത്ര വർഷം കൊണ്ട് ഇത്ര യൂണിറ്റ് ഉണ്ടാക്കി എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു യൂണിറ്റിന് എത്ര വന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ മൂന്ന് കോളാണ്. അപ്പോൾ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടിയാൽ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർ ഹെഡ് പറഞ്ഞാൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലതും ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് എല്ലതും അതിൽ എന്ത് ചെയ്യണം? ആഡ് ആയി പോകണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ്. രണ്ടും ചോദിക്കാം. ഫാക്ടറി കോസ്റ്റ് എന്നും പറയും, വർക്ക് കോസ്റ്റ് എന്നും പറയും. അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അതിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് പറയുമ്പോൾ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? അതിന്റെ താഴെ ആഡ് ചെയ്ത് പോകണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓഫീസ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ക്വസ്റ്റ്യൻസിൽ തരും ഇങ്ങനെ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ തരും. മറ്റേത് കുറച്ച് നിങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കും. നമുക്ക് ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ട വേജസ് എക്സ്പെൻസ് ഒക്കെ കാണിക്കും. നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഇത് ഇതിന്റെ താഴെ വരുന്നതാണ്, ഇതിൽ ഉൾപ്പെട്ടതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് പറയുന്നത്. നെക്സ്റ്റ് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താ പറയുന്നത്? ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി മന്ത് ഓഫ് ജനുവരി 2010 പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ്. അപ്പൊ ജനുവരിയിലുള്ളതാണ്. 2010 ജനുവരിത്തെ ഒരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമഡ് ഉണ്ട്, വേജസ് എക്സ്പെൻസ് ഉണ്ട്, ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഉണ്ട്, 100 യൂണിറ്റ്സ് വെയർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് പീരീഡ്. എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞത്? ഈ ഒരു പീരീഡ് തയ്യാറാക്കുമ്പോൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം എങ്ങനെ ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം? ആദ്യം നമ്മൾ എല്ലാ ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും എക്സ്പെൻസും എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ഫാക്ടറി കോസ്റ്റ് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്ലിയർ ഉണ്ടോ ക്യാമറ കാണിക്കുന്നത്?
നിങ്ങൾക്ക് എങ്ങനെ ഇത് തിരിഞ്ഞിട്ടാണോ കാണുന്നത്? ശരിക്ക് കാണുന്നില്ല. കാണുന്നില്ലല്ലേ? ഇല്ല. ഒരു മിനിറ്റ്. ക്യാമറ എന്തോ റെഡി ആവണില്ല. ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തന്നാ മതിയോ? എന്താ മാം? ക്യാമറ റെഡി ആവുന്നില്ല. തിരിഞ്ഞിട്ടാ കാണുന്നത്. അതെന്താ ഇതിന്റെ പ്രശ്നമാണോന്ന് അറിയുന്നില്ല. സ്ക്രീൻ ഷെയർ ചെയ്താ മതി. ഷെയർ ചെയ്യുന്നു. ഒരു മിനിറ്റ്. ഓക്കെ ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ കാണുന്നുണ്ടോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീനില്. അത് നിങ്ങളെ കയ്യിൽ ഇതിപ്പോ എങ്ങനെ കിട്ടാന്ന് വെച്ചാല് ഫസ്റ്റ് വൺ പറഞ്ഞാൽ എന്തായിരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്താ? ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതാം. ഡയറക്റ്റ് മെറ്റീരിയൽ അതിൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 20,000 ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ എന്നുള്ള എമൗണ്ടിൽ നമ്മൾ എന്ത് എഴുതണം? 20,000 എന്നുള്ള എമൗണ്ട് കാണിക്കുക. നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ, അതും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 15,000 ആണ് ഡയറക്റ്റ് ലേബർ. അപ്പൊ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ ഒക്കെ ക്വസ്റ്റ്യൻസിൽ തന്നെ ഉണ്ടാവും, സിമ്പിൾ ഫോം ആവുമ്പോൾ കേട്ടോ. നെക്സ്റ്റ് എന്ത് എഴുതാ? ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എത്രയാണ്? 15,000 ആണ്. ഓക്കെ. അപ്പം പെർ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ എമൗണ്ട് ഉണ്ട്, എത്ര? 20,000 ഉണ്ടല്ലോ. അതിന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞത്? 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 20,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. സോറി, 20 എന്ന് കിട്ടും. നിങ്ങൾ കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഓക്കെ.
പിന്നെ ആ 15,000 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 എന്നുള്ള എമൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് ഉണ്ടല്ലോ, ആ യൂണിറ്റ് കൊണ്ട് 15,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. അത് നമുക്ക് എത്ര കിട്ടും? 50, 15 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ മൂന്നും കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൈം കോസ്റ്റ് കിട്ടുക. ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയാണ്? 5,000 ആണ്. അപ്പൊ 5,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റ് കാണാറായി. ഇത് എന്ത് ചെയ്യാം? ഈ ഫുൾ എമൗണ്ട് ടോട്ടൽ ചെയ്യാം. അപ്പം ഇത് ഫുള്ള് ടോട്ടൽ ചെയ്യുമ്പോൾ 40,000 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഈ യൂണിറ്റിന്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. അപ്പൊ എന്തായി? പ്രൈം കോസ്റ്റ് കിട്ടി. ഓക്കെ, പ്രൈം കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കാണണ്ടേ? ഫാക്ടറി ഓവർ ഹെഡ്. അപ്പം ക്വസ്റ്റ്യൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, ഫാക്ടറി ഓവർ ഹെഡ്. അപ്പൊ എന്ത് ചെയ്യാം? അതിലേക്ക് ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് അതിൽ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 8,000 ആണ്. അപ്പം എമൗണ്ട് കോളത്തിൽ 8,000 എഴുതി കൊടുക്കുക. 8,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. ഇത് ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരിക? 4,000, 48,000 കിട്ടും, 48ഉം കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ടറി കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ത് ആഡ് ചെയ്യണം? അതിലേക്ക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിന്റെ ഷോർട്ട് ഫോം എഴുതാണ് കേട്ടോ. ഓവർ ഹെഡ് ആഡ് ചെയ്യും. അതിൽ നമുക്ക് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് എത്രയാന്നുള്ളത്. 5,000 ആണ് അതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. അപ്പോൾ പ്രൈം കോസ്റ്റിന് ഇവിടെ 40 എങ്ങനെ കിട്ടിയത്? ഇതെല്ലാം കൂട്ടിയപ്പോൾ 40 കിട്ടി. ഇവിടെ എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ടോട്ടൽ എമൗണ്ടിനെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ 20 കിട്ടി. അപ്പൊ ഇതെല്ലാം എഴുതി. ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാന്നുള്ളത്? 5,000 ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന്റെ പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റിന് എത്ര വരുമെന്ന് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ 5,000 ഡിവൈഡഡ് ബൈ 1000 = 5. അപ്പൊ 5 യൂണിറ്റിന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാ കിട്ടുന്നത്? ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ അല്ലേ? അപ്പൊ എത്ര വരും? 5,000. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഇനി ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? ഇന്നലെ ക്ലാസ് എടുത്തതിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു ഫോം അല്ല, ഒരു എന്താ പറയാ, പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഭവം, ഇക്വേഷൻ വെച്ചിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് എന്താണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എത്രയാണ്? 4,000 ആണ്. 4,000 യൂണിറ്റ് ഇതുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്നും കിട്ടും. അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ളത് കാണാൻ എന്താ? ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. 5,000, സോറി 57,000, ഇത് 57 എന്നും കൂടി കിട്ടും. ഇതാണ് എന്ത് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് പറയാം. ഇതാണ് ഒരു സിമ്പിൾ ഫോമാറ്റ് കേട്ടോ.
സിമ്പിൾ ആയിട്ടുള്ള, കാരണം ഡയറക്റ്റ് ഉള്ളതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് പോവാണ്. ബാക്കി എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിന്റെ ആൻസർ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേ ആൻസർ തന്നെയാണ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇത് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കിയിട്ട് പറയും എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. മനസ്സിലായിക്കണോ? ഇത് മനസ്സിലായാലേ നമുക്ക് മറ്റേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ആരും റെസ്പോണ്ട് ഇല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം പറയാം. ഇത് നിങ്ങളെ ടെക്സ്റ്റിൽ ഇല്ല, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇന്നലെ ക്ലാസ് എടുത്തതിലുണ്ടായിരുന്നു, കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തത്. നെക്സ്റ്റ് നിങ്ങളെ ടെക്സ്റ്റിലുള്ള ഒരു ഫോർമാറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നുന്നു വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തന്നത്. അപ്പം ഇനി നമുക്ക് ഇത് നോക്കാം. ഇതിലെന്താ പറയുന്നത്? ഫസ്റ്റ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, അതായത് മെറ്റീരിയൽ വില വാങ്ങുമ്പോഴുള്ള എല്ലാ സംഭവങ്ങളും എന്തൊക്കെ വരുന്നുണ്ട് അതില്? മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ വരും, മെറ്റീരിയലുമായി ബന്ധപ്പെട്ടതൊക്കെ എന്ത് വരും? അതിൽ വരും. ഇനി ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വരും. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലെസ് ചെയ്യാനാണ്. ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക, അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് മൈനസ് ചെയ്യണം. നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിലേക്ക് പിന്നെ ക്വസ്റ്റ്യൻസിൽ ലേബർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡിൽ എന്തെല്ലാം വരുന്നുണ്ട്? എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും എന്തിൽ വരും? ഫാക്ടറി ഓവർഹെഡിൽ വരും. ഇന്നലെ പഠിച്ചതാണ് അത്. അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ലേബർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഓൺ ഫാക്ടറി ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ്. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസും എല്ലതും എന്തിൽ വരും? ഫാക്ടറി ഓവർഹെഡിൽ വരും. പിന്നെ അതർ എക്സ്പെൻസസ് ഓഫ് ഫാക്ടറി, അതുപോലെ തന്നെ വർക്ക് കോസ്റ്റ്, അതിലേക്ക് എന്ത്? ഇനി വർക്കിംഗ് പ്രോഗ്രസ് പറഞ്ഞൊരു ടേം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, അതായത് നമ്മളിപ്പോ തുടങ്ങും, ഇപ്പൊ ഒരു ജനുവരിയിലുള്ള ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതിപ്പോ ഒരു ലാസ്റ്റ്, അതൊരു ഇയർ കഴിയുമ്പോൾ എന്താ? ഡിസംബറിലുള്ളൊരു സ്റ്റോക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തേക്കാരം? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിക്കാരം. അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫാക്ടറി കോസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടും. ഇനി അതിലേക്ക് വർക്ക് കോസ്റ്റ് കിട്ടി, അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാനുണ്ട്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, അതായത് അതിൽ ഓഫീസിലുമായി ബന്ധപ്പെട്ട എല്ലാ ഇതും എന്തിൽ വരണം? ഇതിൽ വരണം. ഓഫീസിന്റെ റെന്റ്, ഇൻഷുറൻസ്, സാലറി, അതുപോലെ തന്നെ ഓഫീസിന്റെ എക്സ്പെൻസസ് ഒക്കെ എന്തിൽ വരും? ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരും. അപ്പൊ അതെല്ലാം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതെല്ലാം ഇതിലേക്ക് എന്ത് ചെയ്യണം? എഴുതിയിട്ട് വേണം എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് ആഡ് ചെയ്യാനുണ്ട്? നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് ആഡ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ക്ലോസിംഗ് ആഡ് ചെയ്യാനുണ്ട്. ക്ലോസിംഗ് എന്ത്? ഓപ്പണിംഗ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് CGS അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ട് ടേം കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് വിറ്റപ്പോൾ ഉള്ള ഒരു കോസ്റ്റ് അത് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കാണാനുള്ളത്. അതിൽ എന്തൊക്കെ വരും?
നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്, സെല്ലും ഡിസ്ട്രിബ്യൂട്ടറും ചെയ്യുമ്പോൾ ആ കോസ്റ്റുകളെല്ലാം അതിന്റെ അണ്ടറിൽ വരും. ഇപ്പൊ പാക്കിങ്, അതുപോലെ തന്നെ ഷോറൂം, അഡ്വർടൈസ്മെന്റ്, സെയിൽ, സ്റ്റാഫിന്റെ സാലറീസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, അതെല്ലാം എന്തിൽ വരാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരാണ്. ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസ് പറഞ്ഞാല് സെയിൽസിന്റെ വന്ന കോസ്റ്റ് എല്ലാ ഇതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്ര സെയിൽ ചെയ്തപ്പോ എത്ര കോസ്റ്റ് ആണ് വന്നത് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? അതിൽ കിട്ടും. പിന്നെ ലാസ്റ്റ് 2 ടേം കൂടി തന്നിട്ടുണ്ട്. എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എഴുതാം, ലോസ് ആണെങ്കിൽ ലോസ് എഴുതാം. പിന്നെ സെല്ലിംഗ് പ്രൈസ്, അങ്ങനെ 2 ടേമും കൂടി തന്നിട്ടുണ്ട് അല്ലെ. അപ്പം ലാസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാല് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. സെയിൽസ് നമുക്ക് എന്തുണ്ട്? ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്ര സെയിൽസിനാണ്, ഇത്ര ഇതിനാണ് നമ്മൾ വിറ്റത് എന്നുള്ളത് എന്തിനുണ്ടാവും? ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ ഈ സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രോഫിറ്റ് കിട്ടുക. സെയിൽസ് നമ്മളിപ്പോ എത്ര സെയിൽ നടത്തി, ആ സെയിലിൽ നിന്ന് നമുക്ക് എത്ര രൂപ ചെലവായി, ആ ചെലവായ പൈസ കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ പ്രോഫിറ്റ് അല്ലേ. ഓക്കെ, അപ്പം സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളെ ഇതിലുള്ളൊരു ക്വസ്റ്റ്യനെ പറഞ്ഞുതരാം. നിങ്ങളെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ്? ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലർ ഓഫ് എ മാനുഫാക്ചറിംഗ് ഫേം പ്രിപ്പയർ ദി കോസ്റ്റ് ഷീറ്റ് ഷോയിങ് പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇതെല്ലാം നമ്മൾ ഇതിൽ പറയട്ടെ. എങ്ങനെയാണ് പ്രൈം കോസ്റ്റ് കിട്ടുന്നത്? എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ട് പ്രൈം കോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്? ഫസ്റ്റ് ആണ് മെറ്റീരിയൽ കൺസ്യൂമറിൽ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. അതിന്റെ ഡേറ്റ് നോക്കൂ, 1/1/2018, അതായത് ജനുവരിത്തെ സ്റ്റോക്ക് ആണ്. അപ്പൊ എന്തായിരിക്കും അത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എന്ത് ചെയ്യാം? എഴുതാം. നെക്സ്റ്റ് എന്താ പറയുന്നത്? പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ നേരത്തെ ഫോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പർച്ചേസ് ഓഫ് മെറ്റീരിയൽ എന്താ ചെയ്യുന്നത്? കണ്ടോ? ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പം ആ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യാന്ന് പറഞ്ഞ്, അതിൽക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാതാ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഓൺ 31, അതായത് ഡിസംബർ 31 എന്തുണ്ട്? ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ എമൗണ്ട് എന്ത് ചെയ്യണം? ഈ നമ്മളിപ്പോ പർച്ചേസ് ആഡ് ചെയ്തല്ലോ, ആ ആഡ് ചെയ്തതിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, പർച്ചേസ് പറഞ്ഞതിൽ നമ്മൾ ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടേ? ഫാക്ടറി ഓവർ ഹെഡ് ആണ് അല്ലെ. ഫാക്ടറി ഓവർ ഹെഡുമായി ബന്ധപ്പെട്ട എല്ലാതും എന്ത് ചെയ്യണം? അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടറി ഓവർ ഹെഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരുന്നുണ്ട് അതില്? ഫാക്ടറി ഓവർ ഹെഡ് പറയുമ്പോൾ എന്ത് വരും? വർക്ക് ഓവർ ഹെഡ്, അല്ലെങ്കിൽ വർക്ക് ഓവർ ഹെഡ് എന്തിലാ വരുന്നത്? ഫാക്ടറി ഓവർ ഹെഡിന്റെ അണ്ടറിലാണ് വരുന്നത്. വർക്ക് ഓവർ ഹെഡ് എന്ത് ചെയ്യുക? നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ. അപ്പൊ നെക്സ്റ്റ് ഓഫീസ് ഓവർ ഹെഡിൽ എന്താ പറയുന്നത്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഉണ്ടോന്ന് നോക്കാം. അപ്പൊ അതിൽ കൊടുത്തിട്ടുണ്ട് എന്ത്? ഓഫീസിന്റെ എക്സ്പെൻസസ്. ഓഫീസിന്റെ എക്സ്പെൻസസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 1 lakh കൊടുത്തിട്ടുണ്ട് അല്ലെ, ഓഫീസ് എക്സ്പെൻസസ്. അപ്പൊ അതും കൂടി ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. മനസ്സിലാവുന്നുണ്ട്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലോസിംഗ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CGS അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിലിപ്പോ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗും ഉണ്ട്. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ട് എത്ര കൊടുത്തിട്ടുണ്ട്? ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ നമ്മള്
ഇതിലുള്ള നമ്മളെ സെയിൽസ് ആയിട്ടാണ് എന്ത് ഇത് എടുക്കുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് സോൾഡ് പറയുന്നത് നമ്മൾ സെയിൽസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്, സെയിൽസ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ നമ്മൾ പുതിയ വർക്ക് ഓവർ ഹെഡ് പറഞ്ഞു, ഓഫീസ് എക്സ്പെൻസസ് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് CGS കിട്ടി. CGS കിട്ടിയാൽ പിന്നെ എന്താ ചെയ്യാനുള്ളത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് പറഞ്ഞിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു എമൗണ്ട്. ആ സ്പെസിഫിക് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ പറഞ്ഞു, നമുക്ക് സെയിൽസിന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ആ കോസ്റ്റ് ഓഫ് സെയിൽസ് സെയിൽസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു. ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യനിൽ ഇത്ര പീരീഡിനാണ് ഇത്ര യൂണിറ്റ് ഉണ്ട് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടില്ല. എത്ര യൂണിറ്റ് ആന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല. കാരണം ഓരോന്നിനും ഓരോ യൂണിറ്റ് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതായത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗ് സ്റ്റോക്കിന് 5000 യൂണിറ്റ് ആന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, കണ്ടില്ലേ? പിന്നെ പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുമ്പോൾ എത്ര യൂണിറ്റ്സ് ആണ്, 1,74,000 യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുമ്പോൾ ഉണ്ട്. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗിൽ എത്ര യൂണിറ്റും ഉണ്ട്, 6,000 യൂണിറ്റും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, യൂണിറ്റ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. കാരണം ഇത്ര ഒരു ഇയറിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, അപ്പോൾ ഒരു നമ്പർ ഓഫ് യൂണിറ്റ് നമ്മൾ വിറ്റൊരു യൂണിറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. അപ്പം ഇതില് ഫസ്റ്റ് കാണിക്കുന്നുണ്ട് എന്ത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു എമൗണ്ട് കിട്ടിയതായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തിനാ ലെസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു ഇത് തുടങ്ങുമ്പോൾ തുടക്കത്തിലുള്ളതാണ് എന്ത്, ആ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. കാരണം അത് ആദ്യം ഉള്ള സ്റ്റോക്കാണ്, ആദ്യ ഫാക്ടറി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ആദ്യം ഉള്ളതാണ്. അത് നമുക്ക് എന്ത് ഇതിലേക്ക് ഈ ഒരു ഇയറിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റൂല. അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ്സിന്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും, അതില് കാണാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്കത് എങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് കാണിച്ചു തരാം. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ അതിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ എഴുതുക. എത്രയാണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്, 4,000 അല്ലേ, 40,000 ആണ് അല്ലേ. അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന്റെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 4,000 ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം, പർച്ചേസസ് ആഡ് ചെയ്യണം അല്ലേ. അപ്പം സോറി, ഇതിന് മുന്നേ ഒരു പോർഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു, ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി. അപ്പൊ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ച് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വേഗം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്താ പറയുന്നത് വെച്ചാല്, നമുക്ക് നമ്പർ ഓഫ് ഇൻപുട്സ്, അതായത് ഒരു ഇയറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻപുട്സ് കണ്ടുപിടിക്കണം. അതിനായിട്ട് അപ്പൊ പിന്നെ ഇയർത്തെ ഒരു ഇൻപുട്ട് ആയിട്ട് തന്നിട്ടില്ല, ഓരോ സെക്ഷൻ വൈസ് ആണ്. ഇപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സിന് സോൾഡ് ചെയ്യുമ്പോഴുള്ള ഇൻപുട്സ്, അതുപോലെ തന്നെ അതിന്റെ ഓപ്പണിങ്ങും സ്റ്റോക്കിങ്ങും ആയിട്ട് ഇൻപുട്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാല്, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ക്ലോസിംഗ് സ്റ്റോക്കിലെ ഇൻപുട്ട്
ക്ലോസിംഗ് സ്റ്റോക്കിൽ എത്ര യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്? 6000 യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്ര യൂണിറ്റ്സ് സോൾഡ് ചെയ്ത് എന്നുള്ളതിന്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് ആണ് സോൾഡ് ചെയ്തിട്ടുള്ളത്? 1,74,000 യൂണിറ്റ്സ് ആണ് സോൾഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽക്ക് ഇത് എന്ത് ചെയ്യാ? ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,80,000 യൂണിറ്റ്സ് കിട്ടും. അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം എന്താണ്? കാരണം അത് ആദ്യം അവിടെ ഉള്ള സ്റ്റോക്ക് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള യൂണിറ്റ്സ് പറഞ്ഞിട്ടുള്ളത്? 5,000 ആണ്. അപ്പം ഇതിൽ നിന്ന് 5,000 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ 5,000 എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ആദ്യം എന്ത് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൽക്ക് നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് പ്ലസ് ചെയ്തപ്പോൾ ഈ എമൗണ്ട് കിട്ടി. ഈ എമൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്കത്തെ എമൗണ്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് എന്ത് കിട്ടും? ഇതിൽ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത, ഒരു ഇയറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് എന്ത്? ഇത് 1,75,000 നമുക്ക് ആ യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എത്രയാണ്? 4,000 ആണ്. അതിലേക്ക് എന്ത് പ്ലസ് ചെയ്യണം? പർച്ചേസ് പ്ലസ് ചെയ്യുമ്പോൾ പർച്ചേസിന് എത്ര എമൗണ്ടാ പറഞ്ഞിട്ടുള്ളത്? 11 ലക്ഷം. ഓക്കെ, ഇത്ര എമൗണ്ടാ പറഞ്ഞിട്ടുള്ളത്. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11,40,000 ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത്ര എമൗണ്ട് കിട്ടി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ഓപ്പണിംഗും ക്ലോസിംഗും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പണിംഗ് നമ്മൾ എഴുതി, അതിൽ നിന്ന് പർച്ചേസ് ആഡ് ചെയ്തു. അതിലേക്ക് പർച്ചേസ് ആഡ് ചെയ്തപ്പോൾ ഈ എമൗണ്ട് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്? 1,48,000. ആ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1,48,000 ആണ്. പക്ഷെ നിങ്ങളെ ആൻസേഴ്സിൽ തന്നിട്ടുള്ളത് 1,40,000 ആണ് അല്ലേ? ഓക്കെ, ഓക്കെ. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത് ലെസ് ചെയ്യണം. ഇത് ലെസ് ചെയ്യുമ്പോൾ എമൗണ്ട് എത്ര കിട്ടും? നോക്കട്ടെ. നമ്മൾ ലെസ് ചെയ്യാം. എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 11,40,000 നിന്ന് മൈനസ് 1,48,000. അപ്പൊ നമുക്ക് ഇത്രയാണ് കിട്ടുക. ഇത് നമ്മൾ എന്ത് ചെയ്യാ? ഈ കോളത്തില് ഇവിടെ നമ്മൾ ടോട്ടൽ ഇവിടെ ഉണ്ട്. പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്രയാന്നുള്ളത് എന്തുണ്ട്? ഇവിടെയും കാണിക്കാം. അപ്പൊ ഈ ടോട്ടലിലുള്ളത് ഇത് നമ്മൾ ചെയ്തത് എന്ത് ചെയ്യാ? ഇവിടേക്ക് എഴുതാം. എത്ര? 9,90,000. ഓക്കെ, ഈ എമൗണ്ട് ഇവിടെ കാണിച്ചു. ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് നമ്മൾ മെറ്റീരിയൽ മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. ഇനി ഇതിന് ഡയറക്റ്റ് എക്സ്പെൻസസും ഡയറക്റ്റ് ലേബറും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസസും ഡയറക്റ്റ് ലേബറും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ. അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ട്? വേജസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് വേജ് ആണ് പറയുന്നത്? ഒരു പ്രൊഡക്റ്റീവ് വേജ്. അപ്പൊ വേജസ് ഉണ്ട് അല്ലെ? അപ്പൊ വേജസ് എന്ത് ചെയ്യാ? നമ്മൾ അതിൽ എഴുതാം. വേജസ് എത്രയാണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്? 5 ലക്ഷം, 5 lakh ആണ് പറഞ്ഞിട്ടുള്ളത്. വേജസ് എന്ത് ചെയ്യാ?
നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ വേജസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്ര? ഈ എമൗണ്ട്. പിന്നെ നമുക്ക് വേറെ എക്സ്പെൻസസ് ഒന്നും പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഇത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടുക. ഇതിവിടെ എഴുതി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇപ്പൊ ഈ കിട്ടിയ എമൗണ്ട് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈം കോസ്റ്റ്. കാരണം നമ്മളിപ്പോ എന്ത് ചെയ്തു, ഡയറക്റ്റ് മെറ്റീരിയലിന്റെ എഴുതി, അതിന് പർച്ചേസും ഓപ്പണിംഗ് സ്റ്റോക്ക് ഒക്കെ ഓക്കെ, പിന്നെ വേജസ് കിട്ടി, അതായത് നമ്മള് ലേബർ ആയിട്ട് ഇൻക്ലൂഡ് ആക്കി. പിന്നെ എന്തുണ്ട്, എക്സ്പെൻസസ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഇത് ആഡ് ആക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ എന്ത്, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രൈം കോസ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രൈം കോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തായിരുന്നു, ഫാക്ടറി ഓവർ ഹെഡ് ആണ്. ഫാക്ടറി ഓവർ ഹെഡിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നിട്ടുള്ളത്, ഒരു വർക്ക് ഓവർ ഹെഡ് ഉണ്ട് അല്ലെ. വർക്ക് ഓവർ ഹെഡ് ആണ് ഇതിൽ എന്ത്, ഫാക്ടറി ഓവർ ഹെഡിന്റെ ഇതല്ലേ. അപ്പൊ വർക്ക് ഓവർ ഹെഡ് എന്ത് ചെയ്യണം, വർക്ക് ഓവർ ഹെഡ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഏതിൽക്ക്, ഈ എമൗണ്ടിലേക്ക് എന്ത് ചെയ്യാം, വർക്ക് ഓവർ ഹെഡ് ആഡ് ചെയ്യാം. വർക്ക് ഓവർ ഹെഡിന്റെ എമൗണ്ട് എത്ര തന്നിട്ടുള്ളത്, 1,50,000 ആണ് എന്ത്, വർക്ക് ഓവർ ഹെഡിന്റെ എമൗണ്ട്. അപ്പൊ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും, ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അപ്പൊ ഇത്ര, ഈ എമൗണ്ട് ആണ് നമുക്ക് കിട്ടുക. അതായത് എത്രയാണ്, 16,42,000 ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ഒന്നുകൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എത്രയാണ്, 14,92,000 പ്ലസ് 1,50,000 എത്ര കിട്ടും, ഇതാ ഈ ഒരു എമൗണ്ട് കിട്ടും. അത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇതാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് ചെയ്താൽ കിട്ടുന്ന കോസ്റ്റ് നമ്മൾ എന്ത് പറയും, ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വർക്ക് കോസ്റ്റ് വരെ കിട്ടി. നെക്സ്റ്റ് എന്താ, ഫാക്ടറി ഓവർ ഹെഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് ഏതാണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് അല്ലേ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അപ്പം അടുത്തത് കാണാം, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്താ, ഏതാണ് പോലെ തന്നിട്ടുള്ളത്, ഒരു ഓഫീസ് ഓവർ ഹെഡ് എന്നുള്ളൊരു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാം, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആഡ് ആക്കാം, ഓഫീസ് ഓവർ ഹെഡ് എന്നുള്ളത് കേട്ടോ. പിന്നെ ഓഫീസ് എക്സ്പെൻസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓഫീസ് എക്സ്പെൻസസ് തന്നെ കൊടുക്കാം. ഓഫീസ് എക്സ്പെൻസസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, 1,00,000. 1,00,000 ഓഫീസ് എക്സ്പെൻസസ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. ഇനി ഇത് എന്ത് ചെയ്യാ, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. സിമ്പിൾ ആണ്, വല്ലാതെ തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഇക്വേഷൻ, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും ഇത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇത്ര കിട്ടും. ഇതിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതാ കിട്ടും. അപ്പൊ ഇതിനാണ് നമ്മൾ ഈ എമൗണ്ടിനെ എന്ത് പറയും, അതായത് പ്രൈം കോസ്റ്റിലേക്ക് വർക്ക് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറിന്റെ ഓവർ ഹെഡ് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വർക്ക് കോസ്റ്റ് കിട്ടി. വർക്ക് കോസ്റ്റിലേക്ക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാന്ന് പറഞ്ഞിട്ടുള്ളത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്ക് ഇപ്പൊ എന്ത് കിട്ടിയത്, ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാ,
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് എന്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് ക്വസ്റ്റിനിൽ ഫിനിഷ്ഡ് ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പണിംഗ് നമ്മൾ ആഡ് ചെയ്യണം, ക്ലോസിംഗ് ലെസ് ചെയ്യണം. ക്ലോസിംഗ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CGS അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു എത്രയായിരുന്നു? ഇവിടെ തന്നിട്ടുണ്ട്, നമ്മളിവിടെ കണ്ടുപിടിച്ചു ഇത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം, നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഇപ്പൊ ഒരു കോസ്റ്റ് ഷീറ്റ് തുടങ്ങുമ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഏത് ഇയറിലാന്നുള്ളതുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാ? കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഏത് ഇയർ ആണോ തന്നിട്ടുള്ളത്, ഏത് ഇയർ ആണ് തന്നിട്ടുള്ളത്? 31/12/2018 ഈ കോസ്റ്റ് ഷീറ്റ് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്, ഞാൻ പറയാൻ മറന്നുപോയി, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹെഡിങ് ഇവിടെ എഴുതണം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോസ്റ്റ് ഷീറ്റ് ഏത് ഇയറിലാണ് തന്നിട്ടുള്ളത് വെച്ചാൽ കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2018. നമുക്ക് ഔട്ട്പുട്ട് എത്രയാണ്? നമുക്ക് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത്, എത്ര യൂണിറ്റ്സ് ആണ് ഒരു വർഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ എത്ര? 1,75,000 ആണ് നമ്മളിവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് യൂണിറ്റ് പറഞ്ഞിട്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാനുണ്ട്. നമ്മള് ഇതിങ്ങനെ ചെയ്തു പോയതിനു ശേഷം ഇതൊന്ന് കാണിച്ചു തരാം. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് സിമ്പിൾ ആണ് ഇവിടെ നിന്ന് ചെയ്തു പോകാനായിട്ട്. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിയാൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യം അല്ലേ. അപ്പൊ ഓപ്പണിംഗിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, ക്ലോസിംഗിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഓപ്പണിംഗും ക്ലോസിംഗും എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ? അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഓപ്പണിംഗത്തെ എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഫസ്റ്റ് ഡേറ്റ് ആയിക്കാരം, ക്ലോസിംഗ് ലാസ്റ്റ് ഡേറ്റ് ആയിക്കാരം. ജനുവരി ആണ് ഓപ്പണിംഗ്, ഡിസംബർ ക്ലോസിംഗ്. ഓക്കെ അല്ലേ? അപ്പം ആഡ് ഈ പ്ലസ് ചിഹ്നം ഇട്ടത് ആഡ് ചെയ്യാനാണ് കേട്ടോ. അപ്പം ഓപ്പണിംഗത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യാ? ഓപ്പണിംഗത്തെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗിലെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എത്രയാണ് ഓപ്പണിംഗത്തെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ 50,000 ആണ്, 50,000. അപ്പൊ ഓപ്പണിംഗത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? ഓക്കെ, ഓക്കെ അല്ലേ? അപ്പം അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഈ ഒരു എമൗണ്ട് പറഞ്ഞാൽ എന്താണ്? ഇതിന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാനുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? ഇവിടെ ലെസ് എന്നുള്ളത് നമ്മൾ എന്ത് ഈ ഒരു ഓക്കെ, മൈനസും പ്ലസും പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 60,000 ആണ് അല്ലെ. 60,000 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതിൽ നിന്ന് 60,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതിൽ നിന്ന് 60,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 17,32,000 കിട്ടും. 17,32,000.
എങ്ങനെ വന്ന് മനസ്സിലായില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്കും ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ അറിയില്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 17,32,000 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫിനിഷ്ഡ് ഗുഡ്സ് അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്തെന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? CGS അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം ഈ കിട്ടിയ സ്പെസിഫിക് എമൗണ്ടിനെ നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ അല്ലേ? അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇത്ര എമൗണ്ട് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,74,000 അല്ലെ? അതെന്ത് ചെയ്യാ? ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിലേക്ക് ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓക്കെ ഇത് കിട്ടും. 19,06,000 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അത്ര കിട്ടി കഴിഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് സെയിൽസ് എന്ത് തന്നിട്ടുണ്ട്? ആദ്യം അതിൽ തന്നിട്ടുണ്ട് സെയിൽസ് എത്രയാന്നുള്ളത്. അപ്പം സെയിൽസ് എത്രയാന്ന് നമുക്കറിയാം. ഓക്കെ, സെയിൽസ് എത്രയാന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മള് സെയിൽസ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആ സെയിൽസ് നമുക്ക് എത്രയാന്ന് അറിയാം. എത്ര എമൗണ്ട് ആണ്? 24,36,000 സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു നമുക്കിപ്പോ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് സെയിലും കിട്ടിയിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിലും അറിയാം. അപ്പൊ ഈ സെയിൽസ് എന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇത് കുറച്ചും കൂടി നീണ്ടു പോയിട്ടില്ലേ? ഇവിടെ എഴുത്ത്. അപ്പൊ ഇതാണ് എന്ത്? സെയിൽസ്. ഇത് കോസ്റ്റ് ഓഫ് സെയിൽ. അപ്പൊ നമുക്ക് സെയിൽസിന് ഇത്ര രൂപ ചെലവായി. സെയിൽസിന് ടോട്ടൽ ചെലവായത് എത്രയാണ്? 24,36,000 ആണ്. പക്ഷെ സെയിലിന്റെ ചെലവ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 19,06,000 ആണ്. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട്, അതായത് ഈ സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടൂലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറക്കാം. നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഈ ഒരു എമൗണ്ട് ആണ് പ്രോഫിറ്റ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒരു കോസ്റ്റ് ഷീറ്റ്. സിമ്പിൾ ആണ്. പിന്നെ നമുക്ക് ഇപ്പൊ ഈ ഒരു കോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റും എത്രയെന്ന് കാണാം. അപ്പൊ എല്ലാത്തിനും കാണണമെന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാണുകയും ചെയ്യാം. നമുക്കിപ്പോ ഇങ്ങനെ കിട്ടുന്ന ഓരോന്നുണ്ടല്ലോ, പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, അങ്ങനെ ഓരോന്നിനും നമുക്കിപ്പോ നോക്കി പോവാം. ഓക്കെ അല്ലേ? നമുക്ക് ആദ്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ യൂണിറ്റ് കാണാം. എത്ര യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്ര വരും എന്നുള്ളത്. അപ്പൊ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 1,75,000 യൂണിറ്റ് ആണ് അല്ലെ? 1,75,000 യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു യൂണിറ്റിന് എത്ര വരും എന്ന് നമുക്ക് കാണണം. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ആണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ടോട്ടലിൽ നിന്ന് എന്ത് ഡിവൈഡ് ചെയ്യുക? നമുക്ക് തന്ന ഒരു, നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞല്ലോ, ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടല്ലോ, 1,75,000. അതെന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ എമൗണ്ട് എത്രയാണ്? 17,42,000 ആണ്. 17,42,000 ഡിവൈഡഡ് ബൈ എത്ര? 1,75,000. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കിട്ടുക. 9.9542. അപ്പൊ നമ്മൾ 9.9 എന്ന് വരുമ്പോൾ അത് എന്തായിട്ട്
കൺസിഡർ ചെയ്യാം? 10 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 10. 9.9 എന്ന് പറഞ്ഞാല് ആ 0.9 റൗണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും എടുക്കുക, 10 എടുക്കുക. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ അവിടെ എന്തെന്ന് കിട്ടും? പെർ യൂണിറ്റിന് എത്ര വരും? 10 എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ എന്താ ഇതിന്റെ ചെയ്യാം? നമുക്ക് CGS-ന്റെ കാണാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിന്റെ കാണുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് യൂണിറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പോൾ CGS-ന്റെ എമൗണ്ട് എത്രയാണ്? 17,32,000. അപ്പൊ 17,32,000 ഡിവൈഡഡ് ബൈ 1,70,75,000 എത്ര കിട്ടും നമുക്ക്? അത് എന്ത് തന്നെയാണ് വരുന്നത്? 9.9889 ആണ്. അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം? 8 എത്തിയില്ലേ? അപ്പൊ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എന്ത് തന്നെ എടുക്കാം? 10 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഏതിന്റെയാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ നമുക്ക് ചെയ്യാം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ് വന്നിട്ടുള്ളത്? 1,74,000. 1,74,000 1,75,000 ആണ്. ചെയ്യണമെന്നില്ല, എന്നാലും കാണിച്ചു തരാം. 1,74,000 നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യുക? 1,75,000 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.99 എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? 1 ആയിട്ട് കൺസിഡർ റൗണ്ട് ചെയ്യുക. 9 അല്ലേ? 9ഉം 8 ഒക്കെ വരുമ്പോൾ നമുക്ക് 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇനി ലാസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെയും പ്രോഫിറ്റിന്റെയും അതുപോലെ തന്നെ സെയിൽസിന്റെയും കാണാം. കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 19,06,000 അല്ലേ? അപ്പോൾ 6,000 ഡിവൈഡഡ് ബൈ 1,75,000 ഉണ്ടോ? 9,06,000 ഡിവൈഡഡ് ബൈ 1,75,000 ചെയ്യുമ്പോൾ നമുക്ക് 10.89 കിട്ടും. അത് റൗണ്ട് ചെയ്തിട്ട് എത്ര എടുക്കണം? 11. 9ഉം 8 വന്നാൽ എന്ത് ചെയ്യാം? അതിന്റെ അടുത്ത സംഖ്യ എടുക്കാം കേട്ടോ. അപ്പൊ 1.99 എന്ന് വന്നാൽ എന്ത് നമുക്ക് 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കിട്ടിയത് കണ്ടില്ലേ? 10.89 നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു? 11 ആയിട്ട്. നെക്സ്റ്റ് പ്രോഫിറ്റിന്റെ യൂണിറ്റ് കാണാനാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? ടോട്ടലിന് എന്ത് ചെയ്യണം? ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എത്ര? 5,30,000 അല്ലേ? 5,30,000 ഡിവൈഡ് ചെയ്യണം എന്ത്? നമുക്ക് കിട്ടിയ യൂണിറ്റ്, അതായത് 1,75,000. അപ്പം എന്ത് കിട്ടും? 3.202. നമുക്ക് 3 ആയിട്ട് 02 അല്ലേ? നമുക്ക് 3 തന്നെ എഴുതാം. 3 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താ? സെയിൽസിന്റെ എത്രയാണ്? 24,36,000 ആണ്. 36,000 ഡിവൈഡഡ് ബൈ 1,75,000. അപ്പൊ എത്ര കിട്ടി? 13.92 കിട്ടി. അപ്പൊ 9 ആയി വന്നത് നമ്മൾ എന്ത് ചെയ്തു? അത് 14 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും പെർ യൂണിറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെയും കാണുക. ഇവിടെ എങ്ങനെ പ്രൈം കോസ്റ്റിന്റെ വർക്ക് കോസ്റ്റിന്റെയും അല്ലാതെ തന്നെ ഓരോന്നിന്റെയും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കാണാം. സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് ആണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ആണ് നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഷീറ്റിന്റെ. ഓക്കെ അല്ലേ? അപ്പൊ കോസ്റ്റ് ഷീറ്റിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു വെച്ചു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. അപ്പൊ കണ്ടില്ലേ, ഇതിലൊരു മിസ്റ്റേക്ക് വന്നത് എന്താ വെച്ചാല്, ഇവിടെ കണ്ടോ ക്വസ്റ്റ്യനില് ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യനിൽ എത്ര വന്നിട്ടുള്ളത്? സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ക്ലോസിംഗിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,48,000 ആണ്. പക്ഷെ ഇതില് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് അവർ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 1,40,000 ആണ്. അപ്പൊ അതാണ് ഇതിലത്തെ ആൻസറും നമുക്ക് കിട്ടിയ ആൻസറും എന്താണ്? ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു 8,000ന്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ?
ഇവിടെ 1,48,000 ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ നോക്കൂ 1,40,000 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ബാക്കിയൊക്കെ സെയിം ആയിട്ടാണ്. മെത്തേഡൊക്കെ ഓക്കെയാണ്. ഒരു 8,000ന്റെ മിസ്റ്റേക്ക് അതിൽ കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്താ പറഞ്ഞു? കോസ്റ്റ് ഷീറ്റിന്റെ സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒരു കോസ്റ്റ് ഷീറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞ് 2 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലെങ്കിൽ പറയാ. ഈ ക്ലാസ് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിച്ചാൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ.